നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം നമുക്ക് പുതുതായി എത്തിയ ഗർഭിണികളുടെ എണ്ണം, അതിൽ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നവരുടെ എണ്ണം, ടോട്ടൽ നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള OP, ഈ പ്രഗ്നന്റ് വിമന് നൽകുന്ന TD വാക്സിൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, IFA കൺസ്യൂം ചെയ്തവരുടെ എണ്ണം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ ഉള്ളതിൽ നമ്മൾ കണ്ടത്. ഇനിയുള്ളത് ഇവരുടെ ഓരോ ചെക്കപ്പിലുമുള്ള പലതര ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുന്ന അവസ്ഥകളാണ്. ഫസ്റ്റിലുള്ളത് ഹൈപ്പർ ടെൻഷൻ ആണ്. ഗർഭാവസ്ഥയിൽ ഹൈപ്പർ ടെൻഷൻ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്, കഴിഞ്ഞ മാസം നമ്മുടെ ANC ക്ലിനിക്കുകളിൽ വന്നതിൽ എത്ര പേരാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളത് എന്നുള്ള എണ്ണമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റയിലൂടെ ഉപയോഗിക്കുന്നത് ഗർഭിണികളിലുള്ള ഹൈപ്പർ ടെൻഷന്റെ പ്രിവലൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര ശതമാനം പ്രഗ്നന്റ് വിമൻ ആണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ്. ആ ഒരു ഇൻഡിക്കേറ്ററിലേക്കാണ് നമ്മൾ ഈ ഡേറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ പാടില്ല. അതായത് ഒരു പ്രഗ്നന്റ് വിമനെ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രഗ്നന്റ് വിമനെ അതിന് അടുത്ത മാസങ്ങളിലും ഹൈപ്പർ ടെൻഷൻ അടുത്ത ചെക്കപ്പിൽ വരുമ്പോഴും അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം വീണ്ടും കാണിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇതിന്റെ ഇൻഡിക്കേറ്റർ, ഈ ഒരു പ്രിവിലൻസ് എന്ന് പറയുന്നത് വളരെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് മാറും, ഒത്തിരി വലിയൊരു ഫിഗറിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം ഇതാണ്, നമുക്ക് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ജില്ലയിലും ഗർഭിണികളിൽ എത്ര ശതമാനത്തോളം പേർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഡേറ്റയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരാളെ ഒരു തവണ മാത്രമേ ഇതിനകത്ത് ഡേറ്റയിൽ റിപ്പോർട്ട് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഡേറ്റ വേരിയബിളിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെയാണ് അടുത്ത വരുന്നത് അനീമിയയാണ്. അനീമിയയുടെ കാര്യത്തിലും ഈ സെയിം രീതി, നേരത്തെ പറഞ്ഞ സെയിം പർപ്പസിന് വേണ്ടിയാണ് ഈ അനീമിയയുടെ ഡേറ്റയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഗർഭിണികളിൽ അനീമിയ നമ്മൾ രണ്ട് രീതിയിൽ എടുക്കുന്നുണ്ട്, മൈൽഡ് അനീമിയയും മോഡറേറ്റ് അനീമിയയും. ലെസ് 11 HB11 ലെസ് ഉള്ള എത്ര പ്രഗ്നന്റ് വിമൻ ഉണ്ടെന്നും HB11 ലെസ് ഉള്ള എത്ര പ്രഗ്നന്റ് വിമൻ ഉണ്ടെന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ കഴിഞ്ഞ മാസത്തിന്റെ ഡേറ്റ ചെക്കപ്പിനെ ബേസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ചെയ്യുമ്പോഴും ഒരു പ്രഗ്നന്റ് വിമന് ഇതിനു മുമ്പ് നമ്മൾ അനീമിയ ഉള്ളതായിട്ട് ഇതിനു മുമ്പുള്ള ചെക്കപ്പുകളിൽ എപ്പോഴെങ്കിലും കണ്ടെത്തി അവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ളവരുടെ എണ്ണം അടുത്ത മാസത്തിലെ ചെക്കപ്പിലും അവർക്ക് അനീമിയ ഉള്ളതായി കണ്ടെത്തിയാൽ അവരുടെ എണ്ണം കാണിക്കരുത്. ഒരാളെ ഒന്നിലേറെ തവണ അനീമിയ സ്റ്റാറ്റസ് ഉള്ളതായി നമ്മൾ പോർട്ടലിൽ എണ്ണം റിപ്പോർട്ട് ചെയ്യരുത്. ബിക്കോസ് ഇതും പ്രിവിലൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കേരളത്തിലുള്ള പ്രഗ്നൻസിയിലുള്ള അനീമിയ സ്റ്റാറ്റസ് ഭയങ്കരമായി ഡ്യൂപ്ലിക്കേഷൻ വരും ആ രീതിയിൽ വീണ്ടും അവരെ കാണിച്ചു കഴിഞ്ഞാൽ. ഇനി ഡയബറ്റീസ് ആണ്. ഡയബറ്റീസിന്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ സെയിം ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ഡേറ്റ എടുക്കേണ്ടത്. ബിക്കോസ് ഇതും പ്രിവിലൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ANC ചെക്കപ്പിന് വന്ന പ്രഗ്നന്റ് വിമനിൽ എത്ര പേരാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളതായി നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്, അത്തരം പേരുടെ എണ്ണം ഇതിനു മുമ്പുള്ള മാസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കാണിക്കരുത്. അല്ലാതെ പുതുതായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡയബറ്റീസ് ആയിട്ടുള്ള പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഈ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഡയബറ്റീസിന്റെ എണ്ണം നമ്മൾ മാഡം നേരത്തെ പറഞ്ഞു, കേരള മോഡൽ ഹെൽത്ത് കെയറിനെ സംബന്ധിക്കുന്നതും ദേശീയ തലത്തിൽ നമ്മുടെ മാതൃ സുരക്ഷയുടെ ഇൻഡിക്കേറ്ററുകളൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലാണെന്നൊക്കെ ഉള്ളത് മാഡം പറഞ്ഞു. എന്നാൽ അതിനകത്തൊക്കെ ഒരു പോരായ്മയാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡിലുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് നാഷണൽ ലെവലിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ലെവലിൽ തന്നെ HMIS ഡേറ്റയുടെ ബേസിസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. 2 വർഷത്തെ ഒരു കമ്പാരിസൺ ഇട്ടിട്ടുണ്ട്. ബ്ലൂ കളറിലുള്ള ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഓറഞ്ച് കളറിലുള്ള ഒരു ലൈൻ ഡയഗ്രാം കാണുന്നുണ്ടാവും. ഈ ബ്ലൂ കളറിലുള്ള ബോക്സ് സൂചിപ്പിക്കുന്നത് 2020-21 ഇൻഡിക്കേറ്ററും അതിനകത്തുള്ള ഓറഞ്ച് കളർ 2021-22 വർഷത്തതുമാണ്. ഇതില് നാഷണൽ ആവറേജ് ആണ് ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ബാറിൽ കാണിച്ചിരിക്കുന്നത്, ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഓരോ വർഷവും 2020-21 അല്ലെങ്കിൽ 2021-22 മൊത്തം പ്രഗ്നന്റ് വിമന്റെ എത്ര ശതമാനം പ്രഗ്നന്റ് വിമൻ ആയിരുന്നു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
2020-21 കാലയളവിൽ മൊത്തം പ്രഗ്നന്റ് വിമന്റെ ഏകദേശം ഒരു 3%, 2.82 എന്നുള്ള പെർസെന്റേജ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 3%. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്താൽ പ്രഗ്നന്റ് വിമന്റെ ഏകദേശം 3% ഗർഭിണികളാണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം, ബ്ലൂ കളറിലുള്ള ബാർ കാണിച്ചിരിക്കുന്നതെല്ലാം നാഷണൽ ശരാശരിയെക്കാളും കൂടുതലുള്ള സംസ്ഥാനങ്ങളെയാണ് റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നോക്കിയാൽ കേരളം നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആ രണ്ടാമത്തെ സ്ഥാനത്താണ് കേരളം ഡയബറ്റീസിന്റെ കാര്യത്തിൽ നിൽക്കുന്നത്. പ്രഗ്നൻസി പീരീഡിലുള്ള ഡയബറ്റീസിന്റെ കാര്യത്തിൽ കേരളം 2ാം സ്ഥാനത്താണെന്നാണ് നമുക്ക് കാണുന്നത്. അതായത് 2020-21 വർഷത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗർഭിണികളിൽ ഏകദേശം 11% ഗർഭിണികളും ഡയബറ്റിക് ആയിരുന്നു, പ്രഗ്നൻസി പീരീഡിൽ ഡയബറ്റിക് ആയിരുന്നു എന്നുള്ളതാണ് HMIS ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കാണുന്നത്. കേരളത്തിനേക്കാളും കൂടുതൽ നിൽക്കുന്നത് ആകെ പുതുച്ചേരി മാത്രമാണ്. പിന്നെ കേരളത്തിനേക്കാളും കുറഞ്ഞു നിൽക്കുന്ന തൊട്ടടുത്ത അവസ്ഥയിൽ വരുന്നത് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അതുപോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടക വരുന്നുണ്ട്. ഏകദേശം 5% അവർക്ക് വരുന്നുണ്ട്. പക്ഷെ തമിഴ്നാടൊന്നും ഇതിന്റെ അടുത്തെങ്ങും കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നേരത്തെ കാണിച്ച ഹൈപ്പർ ടെൻഷന്റെ ആയാലും അനീമിയയുടെ ആയാലും ഡയബറ്റീസിന്റെ ആയാലും പ്രഗ്നൻസി എണ്ണം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ അതിനകത്ത് കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് നമ്മൾ അത് കൃത്യമായി അസസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ദേശീയ തലത്തിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുടെ ഒരു മെറ്റേണൽ ഹെൽത്ത് ആണ് അവിടെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് സിഫിലിസ് ആണ്. സിഫിലിസ് പ്രഗ്നൻസി പീരീഡിൽ സിഫിലിസ് എത്ര പേർക്ക് സിഫിലിസ് സ്ക്രീൻ ചെയ്തു, എത്ര പേരെയാണ് കഴിഞ്ഞ മാസം സിഫിലിസിന്റെ ടെസ്റ്റ് നടത്തിയത്, അതിൽ എത്ര പേര് സിഫിലിസ് പോസിറ്റീവായി എന്നുള്ളതും, ഈ സിഫിലിസ് പോസിറ്റീവായ പ്രഗ്നന്റ് വിമനിൽ അവർക്കുണ്ടായ ബർത്ത് എത്ര കുഞ്ഞുങ്ങൾ, ലൈവ് ബർത്ത് എത്ര ഉണ്ടായി എന്നുള്ളതും, ഇനി ഈ ലൈവ് ബർത്ത് ആയിട്ടുള്ള കുട്ടികളിൽ എത്ര പേർക്ക് സിഫിലിസ് ഉണ്ടായി, സിഫിലിസ് പോസിറ്റീവായ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് സിഫിലിസ് പോസിറ്റീവായി, ഈ 4 കാര്യങ്ങളാണ് സിഫിലിസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതും ഞാനിവിടെ നാഷണൽ ലെവലിൽ തന്നെ ഒരു കമ്പാരിസൺ ആയിട്ട് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിഫിലിസിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ജസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ കേരളം ഒരു മോശപ്പെട്ട ഒരു രീതിയാണ് ആ ഒരു സ്റ്റാറ്റസിൽ എന്നുള്ളത് നമുക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് കൊടുത്തിരിക്കുന്നത് നാഷണൽ ആവറേജിനേക്കാളും കുറവ് വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. നേരത്തെ കാണിച്ചത് നാഷണൽ ആവറേജിനേക്കാളും കൂടുതൽ നിന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് കാണിച്ചത്. ഇവിടെ കാണിക്കുന്നത് സിഫിലിസിന്റെ പെർസെന്റേജ് നാഷണൽ ആവറേജിനേക്കാളും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇതും 2 ബാർ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് കളർ ബ്ലൂ കാണിക്കുന്ന 2020-21 അവസ്ഥയും ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് 21-22 അവസ്ഥയുമാണ്. അപ്പൊ ഇതിൽ പക്ഷെ കേരളം വളരെ മികച്ച ഒരു രീതിയിലാണെന്ന് നമുക്ക് കാണുന്നു. ഏറ്റവും ടെയിൽ എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ. അതായത് 2021-22 ആ ഗ്രീൻ കളറിലുള്ള ബാർ നോക്കിയാൽ 2021-22 കാലയളവിൽ കേരളത്തിലെ മൊത്തം ഗർഭിണികളിൽ ഏകദേശം ഒരു 3% ഗർഭിണികൾക്കാണ് ഈ സിഫിലിസ് പോസിറ്റീവായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പക്ഷേ നാഷണൽ ആവറേജ് നോക്കിയാൽ ആ സെയിം പീരീഡിലുള്ള നാഷണൽ ആവറേജ് നോക്കിയാൽ ഏകദേശം 13% വരുന്നുണ്ട്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് മൊത്തം നാഷണൽ ലെവലിലുള്ള മൊത്തം ഗർഭിണികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു 13% ഗർഭിണികളും ഈ സിഫിലിസ് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ റിപ്പോർട്ടഡ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ഇതും അതുപോലെയാണ് തൈറോയിഡ് നമ്മുടെ ഓരോ ANC ചെക്കപ്പിലും ഓരോ പ്രഗ്നന്റ് വിമനും തൈറോയിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത എത്ര പേരാണ്, തൈറോയിഡ് ടെസ്റ്റ് ചെയ്തതിൽ എത്ര പേർക്കാണ് തൈറോയിഡ് പോസിറ്റീവ് ആയിട്ട് കണ്ടെത്തിയത്. ഇവിടെയും ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ സെയിം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രിവിലൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രഗ്നന്റ് വിമനെ നോർമലി നമ്മൾ ഒരു തവണ തൈറോയിഡ് ഡിറ്റക്ട് ചെയ്താൽ അടുത്ത ANC ചെക്കപ്പിന് വരുമ്പോഴും അവർക്ക് തൈറോയിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവരെ വീണ്ടും കാണിക്കരുത്, ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. ഇനി അടുത്തതാണ് TB സ്ക്രീനിങ്. സാധാരണഗതിയിൽ എല്ലാ പ്രഗ്നന്റ് വിമനും ചെയ്യേണ്ട എല്ലാ ANC ചെക്കപ്പുകളിലും നമ്മൾ TB സ്ക്രീനിങ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നാഷണൽ തലത്തിലുള്ള ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. TB ചെക്കപ്പ്
സ്ക്രീനിങ്. അതായത് TB സ്ക്രീനിങ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന പ്രഗ്നന്റ് വിമന് 2 ആഴ്ചയിൽ കൂടുതലുള്ള കഫ് ഉണ്ടോ, 2 ആഴ്ചയിൽ കൂടുതലായി നിൽക്കുന്ന ഫീവർ ഉണ്ടോ, ഇൻഅഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ്, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടോ, നൈറ്റ് സ്വെറ്റ്, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മുന്നേ കണ്ട എല്ലാ ടെസ്റ്റുകളും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ഒരു ലാബിലോ ഒക്കെ പോയി ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ TBയുടെ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു NC ക്ലിനിക്കിൽ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഹയർ ട്രീറ്റ്മെന്റിന് വേണ്ടി റെഫർ ചെയ്യുവാൻ. എന്തായാലും തീർച്ചയായും എല്ലാ ചെക്കപ്പുകളിലും ഈ ഒരു ടൈപ്പ് ഓഫ് സ്ക്രീനിങ് നമ്മൾ നോർമലി TB സ്ക്രീനിങ് എന്നുള്ള പേരിലല്ലെങ്കിലും ഇത്തരം സിംറ്റംസ് ഒക്കെ ഇവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എല്ലാ ചെക്കപ്പിലും നേരത്തെ കണ്ടതൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. ഒരു പ്രാവശ്യം ഡിറ്റക്ട് ചെയ്തത് പിന്നീട് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ TB സ്ക്രീനിങ് എന്ന് പറയുന്ന ഓരോ ANC ചെക്കപ്പിലും ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ മാസം എത്ര ANC ചെക്കപ്പുകളാണ് നടന്നത്, അതിൽ എത്ര പേർക്ക് TB സ്ക്രീനിങ് നടത്തി. അതിന് മുന്നത്തെ ANC ചെക്കപ്പിലും അവരുടെ TB സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഓരോ ചെക്കപ്പിലും നടത്തുന്നത് നമ്മളിവിടെ കാണിക്കണം. നമ്പർ ഓഫ് സ്ക്രീനിങ്സ് കാണിക്കണം. അതിൽ എത്ര പേര് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് ഓരോ ചെക്കപ്പിലും ആ രീതിയിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് റഫർ ഔട്ട് ചെയ്യുവാണെങ്കിൽ അത് അടുത്ത 2 വേരിയബിളിലാണ് വരുന്നത്. നമ്പർ ഓഫ് പ്രഗ്നന്റ് വിമൻ ഐഡന്റിഫൈഡ് വിത്ത് പ്രിസംപ്റ്റീവ് TB സിംറ്റംസും അത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്തവരെ നമ്മൾ ഹയർ ട്രീറ്റ്മെന്റിന് വേണ്ടി റഫർ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇത്രയാണ് നമുക്ക് TB സ്ക്രീനിങ്ങും അതിന്റെ ഐഡന്റിഫിക്കേഷനും സംബന്ധിച്ച് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹൈ റിസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നന്റ് വിമൻ എത്ര പേരാണ് കഴിഞ്ഞ മാസം നമ്മുടെ ഫെസിലിറ്റിയിൽ സർവീസ് തേടിയതെന്നുള്ളത്. അപ്പൊ ഇതിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2 രീതിയിലാണ് കളക്ട് ചെയ്യുന്നത് അതിന്റെ ഡേറ്റ. അത് ആദ്യം ഇൻട്രാപാർട്ടം പീരീഡിലുള്ള ഹൈ റിസ്കും ആന്റിപാർട്ടം പീരീഡിലുള്ള ഹൈ റിസ്കും. ഡെലിവറിയെ തുടർന്ന് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഹൈ റിസ്ക് ആണ് കൂടുതലും ഇൻട്രാപാർട്ടം ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗർഭാവസ്ഥയിലുള്ള ആന്റിനേറ്റൽ പീരീഡുകളിലുള്ള ഹൈ റിസ്കിനെയാണ് ആന്റിപാർട്ടം ഹൈ റിസ്ക് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ഇൻട്രാപാർട്ടം ഹൈ റിസ്ക് എന്ന് പറയുന്നതിന് 3 പ്രത്യേക രീതിയിൽ തന്നെ അവിടെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസിനെ അവർ 3 അല്ല 4 അവർ ആ സബ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ഹെമറേജ്. കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഫെസിലിറ്റിയിൽ നടന്ന ഡെലിവറിയിൽ എത്ര പേർക്ക് പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടായിട്ടുണ്ട്, എത്ര പേർക്ക് സെപ്സിസ് ഉണ്ടായിട്ടുണ്ട്, എത്ര പേരാണ് എക്ലാംസിയ കേസസ് എത്രണ്ണാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒബ്സ്ട്രക്റ്റഡ് ലേബർ എത്ര പേരുടെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ ടൈപ്പിലുള്ള ലേബർ എത്രണ്ണം കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രാപാർട്ടം ഹൈ റിസ്ക് എന്നുള്ളത് കൊണ്ട് മിനിസ്ട്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രാപാർട്ടം ഹൈ റിസ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ആന്റിപാർട്ടം ഹൈ റിസ്ക് എന്ന് പറയുന്ന ഒരൊറ്റ ഡേറ്റ ക്വസ്റ്റ്യൻ ഒരു വേരിയബിളേ ഉള്ളൂ. അതായത് ആന്റിപാർട്ടം പീരീഡിലുള്ള ഹൈ റിസ്ക് സാധാരണഗതിയിൽ അനീമിയയോ BP-യോ ഷുഗറോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പ്രീവിയസ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറിയോ തേർഡ് ഡെലിവറിയോ ഒക്കെ വരുന്നവരാണെങ്കിൽ പ്രീവിയസ് ഡെലിവറി C-സെക്ഷൻ ആണെങ്കിൽ അത് ഹൈ റിസ്ക് ആണ്. അതുപോലെയൊക്കെയുള്ള ഒത്തിരി കാറ്റഗറിയിൽ നമുക്ക് ഹൈ റിസ്ക് വരാം. അത്തരത്തില് ഓരോ മാസവും നമുക്ക് എത്ര ഹൈ റിസ്ക് പ്രഗ്നന്റ് വിമൻ ഉണ്ട് എന്നുള്ള എണ്ണമാണ് ആന്റിപാർട്ടം ഹൈ റിസ്ക് എന്ന് പറയുന്ന ഡേറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം നമ്മൾ ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർട്ട് എക്കകത്തുള്ള മൊഡ്യൂൾ 1 ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ കണ്ടത്. ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യനും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല ക്വസ്റ്റ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡേറ്റ എൻട്രി ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആ ചെക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പോർട്ടലിൽ എറർ കാണിക്കും. അതാണ് ഡേറ്റ വാലിഡേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് എറേഴ്സ് അവിടെ വരാറുണ്ട്. അത്തരം എറേഴ്സ് ഈ മൊഡ്യൂൾ 1 പാർട്ട് എയുടെ മൊഡ്യൂൾ 1 ആണ് നമ്മളിപ്പോ കണ്ടത്. ഈ പാർട്ട് എയുടെ മൊഡ്യൂൾ 1 സാധാരണഗതിയിൽ വരുന്ന ഡേറ്റ വാലിഡേഷൻ എറേഴ്സ് ഏതൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് ആ എറർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ANC രജിസ്ട്രേഷനും ചെയ്യുന്നുണ്ട്, എൻട്രി ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷനും എൻട്രി ചെയ്യുന്നുണ്ട്.
ഈ ANC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ANC രജിസ്ട്രേഷനേക്കാളും കുറഞ്ഞ ഒരു ഫിഗർ ആണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ അവിടെ മസ്റ്റായും ഒരു എറർ കാണും. അതായത് ഈ മാസം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് വിമനിൽ എത്ര പേരാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മസ്റ്റായും ഒന്നുകിൽ ANC രജിസ്ട്രേഷൻ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞിരിക്കും. ഒരിക്കലും ANC രജിസ്ട്രേഷനേക്കാളും കൂടുതൽ വരില്ല ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ. അങ്ങനെ കൂടിയ ഒരു ഫിഗർ നിങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലിഡേഷൻ എറർ 1 എന്ന് പറയുന്ന എറർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പൊ അത് നമ്മൾ അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ സോൾവ് ആവും. ഇനി അതുപോലെ ANC ഫുട്ഫാളും ANC രജിസ്ട്രേഷനും കണക്ട് ചെയ്തും ഒരു എറർ കാണിക്കാറുണ്ട്. നമ്മൾ ANC രജിസ്ട്രേഷൻ 10 എന്ന് കൊടുത്തു, ഈ മാസത്തെ ANC രജിസ്ട്രേഷൻ 10 എന്ന് കൊടുത്തു, ടോട്ടൽ ANC ഫുട്ഫാൾ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എററാണ്. ANC രജിസ്ട്രേഷൻ 10 വരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ANC OP മസ്റ്റായും 10നേക്കാളും കൂടി നിൽക്കണം, കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഇത്തരത്തിലുള്ള അത് തമ്മിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ റൂൾ 2 എന്ന് പറയുന്ന എറർ സാധാരണ കാണിക്കാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറർ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ANC ഫുട്ഫാളും TD വാക്സിനും പ്രഗ്നന്റ് വിമന് കൊടുക്കുന്ന ഓരോ സർവീസുകളും ANC ഫുട്ഫാളും കണക്ട് ചെയ്തുകൊണ്ടും എറർ കാണിക്കാറുണ്ട്. അതായത് ഇപ്പോൾ പ്രഗ്നന്റ് വിമന് കൊടുത്ത് TD വാക്സിൻ 2 പേർക്ക് കൊടുത്തു, TD1 2 പേർക്ക് കൊടുത്തു, 2 3 ആൾക്ക് കൊടുത്തെങ്കിൽ മൊത്തം നമുക്ക് TD കൊടുത്തത് തന്നെ 5 പേര് വരും. പക്ഷെ ANC ഫുട്ഫാൾ 3 ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ 5 പ്രാവശ്യമായിട്ടായിരിക്കുമല്ലോ എന്തായാലും ഇവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ OP തന്നെ മിനിമം 5 വരണമല്ലോ. ANC OPയിൽ വന്നിട്ടാണ് ഈ വാക്സിൻ നമ്മൾ സാധാരണ അതിൽ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ANC ഫുട്ഫാൾ മസ്റ്റായും ഇതിനേക്കാളും കൂടി നിൽക്കണമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വാലിഡേഷൻ എറേഴ്സ് ഇങ്ങനെ ഇതിനകത്ത് കാണിക്കും. ഇത് എല്ലാ ഡേറ്റ വേരിയബിളുമായിട്ടും ലിങ്ക് ചെയ്തുകൊണ്ട് അവര് മിനിസ്ട്രി തന്നെ അവരുടെ പോർട്ടലിൽ ഇൻബിൽറ്റ് ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറെ ചെക്സ് ആണ്. നമ്മുടെ ഡേറ്റ എൻട്രിയിൽ ഇഷ്യൂസ് എറേഴ്സ് ഡിസ്ക്രിപ്പൻസീസ് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി തന്നെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ വേരിയബിൾസ് തമ്മിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എറേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ എഴുതി വരും എന്താണ് ആ എറർ, എന്തുകൊണ്ടാണ് ഈ എറർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വരും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എവിടെയാണ് നമ്മളെ എൻട്രിയിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുക, ആ സ്റ്റേറ്റ്മെന്റ്, ആ എറർ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ആ എറർ അത് ഒഴിവാക്കാൻ പറ്റും. ഇത്തരത്തിൽ ഇനിയും അതിനകത്ത് മൊഡ്യൂൾ 2 പറ്റി സംബന്ധിച്ച് തന്നെ ഇത്രയും എറേഴ്സ് ലിസ്റ്റ് വരാറുണ്ട്. ഇപ്പൊ പാർട്ട് എക്കകത്തുള്ള മൊഡ്യൂൾ 1 ആണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞ ഡെലിവറി സംബന്ധിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഏരിയ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്ന പാർട്ട് എക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഗർഭിണികളുടെ എണ്ണവും അവർക്ക് നൽകുന്ന സേവനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ 1 ആയിരുന്നു. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അവരുടെ ഡെലിവറി സംബന്ധിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളാണ്. M2 ആണ് ആ മൊഡ്യൂള്. അപ്പൊ അതിനകത്ത് ഓരോ മാസവും എത്ര ഡെലിവറി നടന്നു എന്നുള്ള എണ്ണം ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഡെലിവറി എന്ന് തന്നെ ഡെലിവറി 2 രീതിയിലാണ് പോർട്ടലിൽ റിപ്പോർട്ടിംഗ് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്നും ഹോം ഡെലിവറി അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്നുമുള്ള 2 രീതിയിലാണ് പോർട്ടലിൽ റിപ്പോർട്ടിംഗ് ഉള്ളത്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് ഹോം ഡെലിവറി റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ എന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇല്ല. അത് നമ്മൾ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റലുകളിൽ സബ് സെന്റർ തലത്തിൽ നിന്നാണ് ഈ ഹോം ഡെലിവറി, ഓരോ സബ് സെന്റർ അവരുടെ ഏരിയയിൽ എത്ര ഹോം ഡെലിവറി നടന്നിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ ഡേറ്റയൊക്കെ നിങ്ങൾ ഡേറ്റ എൻട്രി മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, പോർട്ടലിൽ ഡേറ്റ എൻട്രി മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്തൊക്കെയാണോ ഈ 500ലേറെ ഡേറ്റ വേരിയബിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതെല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് സെലക്ടഡ് ഡേറ്റ വേരിയബിൾസ് മാത്രം എടുത്തുകൊണ്ട് ഒരു ഫോർമാറ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ പ്രകാരമുള്ള ഡേറ്റയാണ് നിങ്ങൾ തയ്യാറാക്കി പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം പോർട്ടലിൽ തന്നെ കിടക്കും. ബിക്കോസ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലാണ്. നമുക്ക് അതിനകത്ത് കയറി ബാക്കിയുള്ളതിനെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ അവർ തന്നിട്ടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ അവർ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കിടക്കും. പക്ഷെ നമ്മൾ തന്നിരിക്കുന്ന ഫോർമാറ്റ് പ്രകാരമുള്ളത് നിങ്ങൾ തയ്യാറാക്കി അതാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ഹോം ഡെലിവറി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു മാസം നടന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എത്രയാണ്, അതാണ് ആദ്യത്തെ ഡേറ്റ വേരിയബിൾ. അതില് നൈറ്റിൽ നടന്ന ഡെലിവറി എത്രയാണ്, രാത്രിയിൽ നടന്ന ഡെലിവറി എത്രയാണ്. ഇത് ആദ്യത്തെ ഡേറ്റ വേരിയബിൾ ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി സി സെക്ഷൻ ഡെലിവറി ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ നൈറ്റിൽ നടന്ന ഡെലിവറിക്കകത്ത് സി സെക്ഷൻ ഡെലിവറി അല്ല, നോർമൽ ഡെലിവറി എത്ര എണ്ണം നൈറ്റിൽ നടന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. സി സെക്ഷന്റെ കാര്യം, സി സെക്ഷൻ വേറൊരു മൊഡ്യൂൾ വരുന്നുണ്ട്, അതിനകത്താണ് നൈറ്റിൽ നടന്ന സി സെക്ഷന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡെലിവറിയുടെ എണ്ണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ANC-യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏജ് വൈസ് സ്പ്ലിറ്റ് ഇപ്പൊ ഇവിടെയുണ്ട്. നേരത്തെ ANC ഓരോ മാസത്തെയും പുതിയ പ്രഗ്നന്റ് വിമന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നിടത്തും അതിൽ എത്ര പേര് ലെസ് ദാൻ 15 ഇയേഴ്സ്, 15 to 19, 19 to 49, ഗ്രേറ്റർ ദാൻ 1949 എന്നുള്ള ഏജ് തിരിച്ചുള്ള എണ്ണം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ കഴിഞ്ഞ മാസം നടന്ന ഡെലിവറി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ഈ ഡെലിവറിയിൽ എത്ര പ്രഗ്നന്റ് വിമൻ ആണ് 15 വയസ്സിന് താഴെയുള്ളത്, 15 മുതൽ 19 വരെ, 19 to 49 വരെ, 49 വയസ്സിന് മേളിൽ എന്നുള്ള ഒരു എണ്ണവും റിപ്പോർട്ട് ചെയ്തു. ഈ ഒരു ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ 19 വയസ്സിന് താഴേക്കുള്ള ഡെലിവറി വളരെ കുറവാണ്. അതും 15 വയസ്സിന് താഴേക്കുള്ള ഡെലിവറി തീർത്തും കുറവ് തന്നെയാണ്. ഒരു പോക്സോ പോലുള്ള കേസൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് അത് വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഈ കോളം മാറി എൻട്രി വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ അത് പ്രൊജക്ട് ചെയ്യപ്പെടുക കേരളത്തില് ടീനേജ് പ്രഗ്നൻസീസ് കൂടുന്നു എന്നൊക്കെയുള്ള രീതിയിലാവും വരിക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ ഒരു ഏജ് തിരിച്ചുള്ള എണ്ണമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇത് കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ട ഡെലിവറി മൊഡ്യൂളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിലുള്ള പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും നടക്കുന്ന ഡെലിവറിയുടെ ഒരു തോതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ബാർ നിങ്ങൾ നോക്കിയാൽ കാണാം, ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് 28%, ഒരു പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത് 72%. അതിൽ പർപ്പിൾ കളർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ നടക്കുന്ന ഡെലിവറിയും ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഡെലിവറി. ടോട്ടൽ ഡെലിവറിയുടെ 72% നടക്കുന്നത് പബ്ലിക് സെക്ടറിലാണ് ഈ 2010-11. എന്നാൽ അത് താഴോട്ട് വരുമ്പോൾ ഉള്ള ഓരോ വർഷങ്ങൾ നമ്മൾ നോക്കിയാൽ 2022-23 മൊത്തം നടന്ന ഡെലിവറിയുടെ 69% പ്രൈവറ്റ് സെക്ടറിൽ നടന്നിരിക്കുന്നത്, ഒരു 31% പബ്ലിക് സെക്ടറിലാണ്. അപ്പൊ 72% നിന്ന് ഒരു 69% എന്ന രീതിയിലുള്ള ഒരു നേരിയ രീതിയിലുള്ള ഒരു കുറവ് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ കഴിഞ്ഞ 22-23 കാലയളവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകളിലേക്കാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത നമ്പർ ഓഫ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസിന്റെ എണ്ണമൊക്കെ നമ്മൾ ഈ രീതിയിലാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ജില്ലാ തിരിച്ചുള്ള വ്യത്യാസം, ഓരോ ജില്ലകളിലേക്കും പോകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ കണ്ടത് കേരളത്തിന്റെ മൊത്തം അവസ്ഥയാണ്. കേരളത്തിൽ മൊത്തം ഒരു 70% ഡെലിവറിയാണ് പബ്ലിക് സെക്ടറിൽ നടക്കുന്നത്. എന്നാൽ എറണാകുളം ജില്ല, നിങ്ങളിപ്പോ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ജില്ലയുടെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 78% ഡെലിവറിയും നടന്നിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ് 2022-23 കാലയളവിൽ. 22-23 കാലയളവിൽ എറണാകുളം ജില്ലയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 35,688 ഡെലിവറീസ് ആണ്, 35,688. അതിൽ 27,870 ഡെലിവറീസും നടന്നിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. 7,818 ഡെലിവറീസ് ആണ് നമുക്ക്, അതായത് 22% മാത്രമാണ് പബ്ലിക് സെക്ടറിൽ നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ ഗർഭാവസ്ഥയിലും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെയുള്ള സേവനത്തിൽ പ്രൈവറ്റ് സെക്ടറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഡേറ്റ മെജോറിറ്റി നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എറണാകുളം ജില്ലയുടെ ഇനിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിൽക്കുന്നത്. അപ്പൊ ആ ഡേറ്റ റിപ്പോർട്ടിങ്ങിൽ ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു റോളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ എറണാകുളം ജില്ലയുടെ മെറ്റേണൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് പ്രൊജക്ട് ചെയ്യപ്പെടുക. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. ഇതിനകത്തും ഈ നേരത്തെ എൻട്രി ചെയ്ത ഇതിപ്പോ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഡെലിവറി സംബന്ധമായ ഡേറ്റ ആണ്. ഈ ഡെലിവറി സംബന്ധിച്ച് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ള ഒരുപാട് ഡേറ്റ വേരിയബിൾസ് ഉണ്ട്.
അതിനെ റിലേറ്റ് ചെയ്തും ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. അതിൽ ഏതിലെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് എറർ ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ഹെമറേജ്, ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇൻട്രാ പാർട്ടം പീരീഡിലുള്ള ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ഹെമറേജ്, സെപ്സിസ്, അതുപോലെ എക്ലാംസിയ കേസസ്, ഒബ്സ്ട്രക്റ്റഡ് ലേബർ. അപ്പൊ ഇത് ഓരോന്നും കൂട്ടിക്കഴിയുമ്പോൾ കഴിഞ്ഞ മാസം നടന്ന ഡെലിവറിയിലാണ് ഈ പറയുന്ന ഓരോ സാഹചര്യങ്ങളും വരുന്നത്. അപ്പൊ ഈ ഓരോന്നും കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് മസ്റ്റായും ആ മാസത്തിൽ നടന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആകാൻ പാടുള്ളൂ. അതിനേക്കാളും കൂടുതലാകാൻ പാടില്ല. മൊത്തം നടന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിൽ എത്രയാണ് പോസ്റ്റ്മോർട്ടം ഹെമറേജ്, എത്രയാണ് സെപ്സിസ് വന്നിരിക്കുന്നത്, എത്ര പേർക്ക് എക്ലാംസിയ, അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയേക്കാളും കൂടാൻ പാടില്ല. അതാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയിൽ ഈ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഈ എറർ ഫസ്റ്റായും അവിടെ കാണിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഓരോന്നും വാലിഡേഷൻ, ഞാനിപ്പോ എല്ലാ റൂൾസും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതനുസരിച്ച് എറേഴ്സ് മാക്സിമം ഒഴിവാക്കി നമ്മൾ ഡേറ്റ റിപ്പോർട്ട് ചെയ്താലേ പോർട്ടലിൽ ഡേറ്റ സേവ് ആകുള്ളൂ. ഈ എറേഴ്സ് നിൽക്കുവാണെങ്കിൽ പോർട്ടൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡേറ്റ സേവ് ആവില്ല, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ എറേഴ്സും മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോർട്ടലിൽ ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് സിസേറിയൻ ഡെലിവറീസിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ കണ്ടത് ANC രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെലിവറി ആയിരുന്നു. ആ ഡെലിവറിക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയും ഏജ് വൈസ് സ്പ്ലിറ്റപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ തന്നെ സിസേറിയൻ ഡെലിവറീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ക്കകത്താണ്. സിസേറിയൻ ഡെലിവറീസിനകത്ത് മൊഡ്യൂളിനകത്ത് ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ മാസത്തിൽ എത്ര സിസേറിയൻ ഡെലിവറിയാണ് നമ്മുടെ ഫെസിലിറ്റിയിൽ നടന്നത്, അതിൽ എത്ര എണ്ണം രാത്രിയിൽ നടന്നതാണ്. ഈ രാത്രി എന്ന് പറയുമ്പോൾ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയുള്ള സമയത്ത് നടന്നിരിക്കുന്ന സിസേറിയൻ ഡെലിവറി. അതൊരു പ്രത്യേക രീതിയിൽ മിനിസ്ട്രി ഉപയോഗിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നടക്കുന്ന സിസേറിയൻ തോത് നോക്കാൻ വേണ്ടിയിട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 3-ക്കകത്ത് വരുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ സാധാരണഗതിയിൽ തയ്യാറാക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സി സെക്ഷൻ റേറ്റ്, മൊത്തം ഡെലിവറിയുടെ എത്ര ശതമാനമാണ് സിസേറിയൻ ഡെലിവറീസ് എന്നുള്ള ഒരു സി സെക്ഷൻ റേറ്റ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ അടിസ്ഥാനം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ കേരളത്തിന് സി സെക്ഷൻ റേറ്റ് താരതമ്യേന കൂടി വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. 2010-11 അതിലൊരു 38% സി സെക്ഷൻ ആയിരുന്നത് കഴിഞ്ഞ വർഷമായപ്പോൾ അതൊരു 44% എന്നുള്ള നിലയ്ക്ക്, സ്റ്റേറ്റ് ആവറേജ് ആണ്, ജില്ലാ വൈസ് അല്ല, ഇത് സ്റ്റേറ്റ് ആവറേജ് ആണ് പറയുന്നത്. അതിന് തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിൽ സി സെക്ഷന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ വർഷത്തെയും ഡേറ്റ നോക്കിയാൽ പബ്ലിക് പ്രൈവറ്റ് ഡിഫറൻസ് വല്ലാതെ കാണാനില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിൽ നമുക്ക് 43% സി സെക്ഷൻ റേറ്റ് എങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ അത് 44% അത് തന്നെയാണ് സ്റ്റേറ്റ് ആവറേജും. 44% തന്നെയായിരുന്നു സ്റ്റേറ്റ് ആവറേജ്. അപ്പൊ ആ ഒരു വ്യത്യാസം, നേരിയ ഒരു ഡിഫറൻസേ പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് സി സെക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ വ്യത്യാസം സിസേറിയന്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടഡ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇത് നാഷണൽ ലെവലിലുള്ള ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നാഷണൽ ലെവലിൽ നമ്മൾ നോക്കിയാൽ 2019-20 മുതൽ 21-22 വരെയുള്ള സിസേറിയന്റെ റേറ്റ് ഞാൻ നാഷണൽ ലെവലിൽ മുകളിലത്തെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു റിംഗ് ഷേപ്പിലുള്ള ഡയഗ്രാം സൂചിപ്പിക്കുന്നത് അതാണ്. 19-20 മുതലുള്ള നാഷണൽ ലെവലിലുള്ള സിസേറിയൻ റേറ്റ്. 19-20 ദേശീയ ശരാശരി എന്ന് പറയുന്ന ഒരു 20% മൊത്തം ഡെലിവറിയുടെ 20-21% എന്ന് പറയാം. 21% സിസേറിയൻ ആയിരുന്നു. അത് 21-22 കാലയളവായപ്പോൾ കൂടി. അപ്പം നാഷണൽ ലെവലിലും സിസേറിയൻ റേറ്റ് കൂടുവാണ്. അപ്പോ 20% എന്നുള്ളത് ഒരു 23% ദേശീയ തലത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്കില്ലാത്ത ഒരു വ്യത്യാസം അവിടെ കാണുന്നത്, അതാണ് ഞാൻ താഴത്തെ ലൈൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലുള്ള കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദേശീയ തലത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും ചെറിയ രീതിയിൽ കൂടുവാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ പബ്ലിക് പ്രൈവറ്റ് ഡിഫറൻസ് ആണ്. ഇതില് താഴത്തെ ലൈൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പബ്ലിക് സെക്ടറിൻ്റെത് ബ്ലൂ കളറിലുള്ള ലൈനും
റെഡ് കളറിലുള്ള ലൈൻ സൂചിപ്പിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള സിസേറിയൻ റേറ്റ് ആണ്. അതായത് ദേശീയ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിലുള്ള സിസേറിയൻ റേറ്റിന്റെ ഒരു ഇരട്ടി വരുന്നുണ്ട്. ഏകദേശം ഒരു ഡബിൾ ആണ് പ്രൈവറ്റ് സെക്ടറിലുള്ള സിസേറിയൻ റേറ്റ്. പക്ഷെ കേരളത്തിൽ ആ ഒരു ഡിഫറൻസ് ഇല്ല. നമുക്കിവിടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും നാഷണലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഹൈ വാല്യൂ ആണ് നമുക്ക് നിൽക്കുന്നത്. പക്ഷെ അത് ഈക്വൽ ആണ് ഏകദേശം. പബ്ലിക് പ്രൈവറ്റ് ഡിഫറൻസ് അതിനകത്ത് ഇല്ല. ഇവിടെ അതാണ് ഞാൻ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് തന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൽ പൊതുവെ സിസേറിയൻ റേറ്റ് കൂടുതലാണ് നാഷണൽ ലെവലിൽ കമ്പയർ ചെയ്യുമ്പോൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ പൊതുവെ ഒരു സി സെക്ഷൻ റേറ്റ് കൂടുതലാണെന്നുള്ളത്. അത് നാഷണലിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് HMIS റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ മറ്റ് സർവേ റിസൾട്ടുകൾ കാണിക്കുന്നത് ഇതിൽ വ്യത്യാസം ഉണ്ടാകാം. HMIS റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ലെവലിലുള്ള ഒരു കമ്പാരിസണിലാണ്. ഇപ്പൊ കേരളത്തിനേക്കാളും കൂടുതൽ നിൽക്കുന്നത് ആകെ ഒരു 6 സംസ്ഥാനങ്ങൾ മാത്രമേ കേരളത്തിനേക്കാളും സി സെക്ഷൻ റേറ്റ് കൂടി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് തന്നെ ഗോവ, തമിഴ്നാട്, ലക്ഷദ്വീപ്, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും നമ്മളെക്കാളും കൂടുതലാണ് അവരുടെ സിസേറിയൻ റേറ്റ്. അവിടെ 47 ഉണ്ട്. പിന്നെ തെലുങ്കാനയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന. അവരുടെ പകുതിയിലേറെ ഡെലിവറിയും സിസേറിയൻ ആണ്. 54% ഉണ്ട് അവർക്ക്. ജമ്മു ആൻഡ് കാശ്മീർ, സിക്കിം, ലക്ഷദ്വീപ് ഒക്കെ നമ്മളേലും മേളിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഹൈ റേറ്റ് നമ്മൾ ഇപ്പോഴും അതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. മറ്റ് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങൾക്കും ഇതേ ഒരു ഹൈ റേറ്റ് തന്നെയാണ് തുടരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ ഞാൻ പലപ്പോഴും നമ്മൾ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നേരിട്ട് ഡേറ്റ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പലരും സി സെക്ഷൻ റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സി സെക്ഷൻ ഡെലിവറിയുടെ പോർഷൻ ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഇതിനെ ഒരു ഇൻഡിവിജ്വൽ ഹോസ്പിറ്റലിന്റെ അനലൈസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊരു അങ്ങനെ രീതിയിൽ സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഉപയോഗിക്കില്ല. ജില്ലയുടെ സംസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലൊക്കെയുള്ള ഇൻഡിക്കേറ്ററുകളായിട്ട് മാത്രമാണ് ഈ ഡേറ്റ മാറുന്നത് ഉപയോഗിക്കുന്നത്. ഇവിടെ എവിടെയും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിന്റെ റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. അവിടെ ഒരു ജില്ലയുടെ റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റേറ്റ്, സ്റ്റേറ്റ് മറ്റ് ജില്ലയുമായി കമ്പയർ ചെയ്യുമ്പോൾ എവിടെ നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മറച്ചു വെക്കരുത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ചിത്രമാണ് അതിനകത്തൂടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ പബ്ലിക് പ്രൈവറ്റ് ഡിഫറൻസ് ആണ് ജില്ല തിരിച്ചുള്ള. ഞാൻ കേരളത്തിന്റെ മൊത്തം അവസ്ഥ പറഞ്ഞു. 44% കേരളത്തിന്റെ സി സെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തന്നെ ജില്ല തിരിച്ചുള്ള ഡിഫറൻസ് ആണ് പബ്ലിക് പ്രൈവറ്റ് ത്രൂ കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കേരളത്തിന്റെ മൊത്തം 44 ആണെങ്കിലും എറണാകുളം ജില്ലയുടേത് 54 ആണ്. എറണാകുളം ജില്ലയിൽ മോർ ദാൻ 50% ഡെലിവറീസും സിസേറിയൻ ഡെലിവറിയാണ്. അപ്പോൾ അതിലും പബ്ലിക് പ്രൈവറ്റ് ഡിഫറൻസ് ഇല്ല. പ്രൈവറ്റ് സെക്ടറിൽ കമ്പാരിറ്റീവ്ലി പബ്ലിക് സെക്ടറിനേക്കാളും 1% കുറവായിട്ടാണ് റിപ്പോർട്ടർ ഡേറ്റ കാണിക്കുന്നത്. പബ്ലിക് സെക്ടറിന്റെ സിസേറിയൻ റേറ്റ് എറണാകുളം ജില്ലയിൽ 55 ആയിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ 54 ആണ് എന്നുള്ളതാണ് നമ്മുടെ HMIS റിപ്പോർട്ടഡ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. അത് ഇതിനകത്ത് അണ്ടർ റിപ്പോർട്ടിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഡേറ്റ ഇൻഡിക്കേറ്ററിനെ എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി എന്താണോ നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിയൽ പിക്ചർ ഇതിനകത്ത് നിന്ന് കിട്ടത്തുള്ളൂ. ഇവിടെയും വാലിഡേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വാലിഡേഷൻ ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ആദ്യത്തെ വാലിഡേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സി സെക്ഷൻ ഡെലിവറീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മൊഡ്യൂൾ 2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സി സെക്ഷൻ റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മൊഡ്യൂൾ 2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം 15 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി നടന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് സിസേറിയന്റെ മൊഡ്യൂളിൽ വന്നപ്പോൾ 20 എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു എറർ കാണിക്കും. ഒന്നുകിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ സിസേറിയന്റെ എണ്ണം ടോട്ടൽ ഡെലിവറിയേക്കാളും കുറഞ്ഞു നിൽക്കണം. അതാണ് എറർ. അപ്പൊ അത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടും. അതനുസരിച്ച് നമ്മുടെ എറർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മൊഡ്യൂൾ പാർട്ട് എയുടെ തന്നെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രഗ്നൻസി ഔട്ട്കം റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾ ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മൊഡ്യൂളാണ്. പ്രഗ്നൻസി ഔട്ട്കം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ ഒരു പ്രഗ്നൻസിയുടെ ഔട്ട്കം ഒരു ലൈവ് ബർത്ത് ആയിട്ട് മാറാം, അല്ലെങ്കിൽ അതൊരു സ്റ്റിൽ ബർത്ത് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു അബോർഷൻ ആകാം.
അബോർഷൻ തന്നെ സ്പോണ്ടേനിയസ് അബോർഷൻ ആകാം, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് MTP മെഡിക്കൽ ടെർമിനേഷൻ ആകാം. ആ രീതിയിൽ ഈ 4 ടൈപ്പ് ഓഫ് ഔട്ട്കമും നമ്മൾ HMIS പോർട്ടലിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ലൈവ് ബർത്ത്, സ്റ്റിൽ ബർത്ത്, അബോർഷൻ, ഇത് 3 നമ്മൾ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യും. ഇനി ലൈവ് ബർത്തിനെ സംബന്ധിച്ച് പോർട്ടലിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം നടന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിൽ എത്ര മെയിൽ ബർത്ത് ഉണ്ടായി, എത്ര ഫിമെയിൽ ബർത്ത് ഉണ്ടായി, എത്ര പ്രീ ടേം ന്യൂ ബോൺസ് ഉണ്ടായി. ഈ 3 കാര്യങ്ങളാണ് ലൈവ് ബർത്തിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം നടന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിൽ എത്ര മെയിൽ ബർത്ത്, എത്ര ഫീമെയിൽ ബർത്ത്, എത്ര പ്രീ ടേം ന്യൂ ബോൺസ്, ഇതാണ് ലൈവ് ബർത്ത് സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ലൈവ് ബർത്ത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ അറൈവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ അറൈവ് ചെയ്യുന്ന പറഞ്ഞ ടോട്ടൽ ബർത്ത് ആണ്. നമ്മുടെ ഒരു വർഷം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ജനനം എത്രയാണ്, എത്ര കുഞ്ഞുങ്ങളാണ് പുതുതായി ജനിക്കുന്നത് എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടുന്നത് ഈ മൊഡ്യൂളിൽ നിന്നാണ്, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയിൽ നിന്നാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലുള്ള നമ്മുടെ റിപ്പോർട്ടഡ് ഡേറ്റ നമ്മളോട് പറയുന്നത് കേരളത്തിൽ ശരാശരി ഒരു 4.8 അല്ലെങ്കിൽ 4.5 ലാക്സ് ബർത്താണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് 2018 ബിഫോർ കോവിഡിൽ നമ്മൾ നോക്കിയാൽ, കോവിഡിന് മുമ്പുള്ള കാലത്ത് ഏകദേശം 5 ലക്ഷം അടുപ്പിച്ചുള്ള ബർത്ത് നമുക്ക് കേരളത്തിൽ നടക്കുമായിരുന്നു. ഒരു ഫോർ എക്സാമ്പിൾ 18-19 കാലയളവിലാണെങ്കിൽ 4.8 ലാക്സ് ബർത്താണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് കോവിഡ് ടൈമിൽ അത് സഡൻ ആയിട്ട് കുറഞ്ഞു 4.2 ലാക്ക് എന്നുള്ള നിലയ്ക്ക് കോവിഡ് ടൈം ഒരു 2020-21 കാലയളവാണ്. ആ കാലയളവിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിലുള്ള ആ ഒരു ഡിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 4.2 ലാക്സ് ആയിട്ട് നമുക്ക് കുറഞ്ഞു. പിന്നെ കോവിഡ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷത്തിൽ ഒരു ചെറിയ ഇൻക്രീസ് കണ്ടു, 4.3 ആയിട്ട് കൂടി. പക്ഷെ കഴിഞ്ഞ 22-23 വർഷത്തിൽ വീണ്ടും അത് 4.1 എന്നുള്ള നിലയ്ക്ക് വീണ്ടും കുറഞ്ഞു. ഇപ്പൊ ഈ വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് 4 ലാക്സ് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ നമ്മുടെ കേരളത്തിലുള്ള ബർത്ത് അത് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും, ഇപ്പം പ്രൈവറ്റ് സെക്ടറിലാണ് 70% ഡെലിവറി നടക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് എന്നുള്ളത് നമ്മുടെ ഡേറ്റ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന എല്ലാ ഡെലിവറിയുടെയും കൃത്യമായിട്ടുള്ള ബർത്തിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലൈവ് ബർത്ത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാനാവില്ല. കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും ബർത്ത് കുറയുന്നു? ശരിക്കും കുറയുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഒരു 5 ലക്ഷം ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ലൈവ് ബർത്ത് എന്ന് പറയുന്നത്. ഏകദേശം 5 ലക്ഷം ബർത്താണ്. പക്ഷെ ഈ 5 ലക്ഷത്തിൽ നിന്നും ഇപ്പോൾ ഒരു 4 ലക്ഷത്തോളം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. പക്ഷെ ഈ വർഷം നോക്കുമ്പോൾ അത് അത്രയും ഇല്ല, 3.5 ലക്ഷത്തോളം എന്നുള്ള നിലയ്ക്ക് വീണ്ടും കുറഞ്ഞു വരുന്ന ഒരു രീതി കാണുന്നു. അപ്പൊ ഇത് എല്ലാ ഹോസ്പിറ്റലുകളും കൃത്യമായിട്ട് ഈ ലൈവ് ബർത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ കണക്കുകൾ കൃത്യമായി നമുക്ക് കിട്ടില്ല. ഈ ലൈവ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റേണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിക്കേറ്ററുകളുടെ ഡിനോമിനേറ്റർ ആണ്. നിങ്ങൾ മെറ്റേണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേഷ്യോ, നിയോനാറ്റൽ മോർട്ടാലിറ്റി റേഷ്യോ. ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ച് കേരളം വളരെ ഗുഡ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഓരോ ഇൻഡിക്കേറ്ററുകളും. ഈ എല്ലാ ഇൻഡിക്കേറ്ററുകളിലും ഡിനോമിനേറ്ററായി എടുക്കുന്നത് ലൈവ് ബർത്ത് ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1 ലാക്ക് ലൈവ് ബർത്തിൽ എത്ര മാതൃമരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. 1 ലാക്ക് ബർത്ത് നടക്കുമ്പോൾ എത്ര അമ്മമാരാണ് മരണപ്പെടുന്നത് എന്നുള്ളത്. ഇനി ഇൻഫന്റ് മോർട്ടാലിറ്റി റേഷ്യോ ആണെങ്കിൽ 1000 ലൈവ് ബർത്തിൽ എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ലൈവ് ബർത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ്. നമുക്ക് അതിന്റെ എല്ലാ നമ്മുടെ മെറ്റേണൽ റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഡിക്കേറ്ററുകളുടെയും ഡിനോമിനേറ്റർ ഒരു പരിധിവരെ ലൈവ് ബർത്ത് ആണ്. ഈ ലൈവ് ബർത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്കറിയാം, ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റർ ഹൈ വാല്യൂയിലേക്ക് പോകും. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയിൽ ഡിനോമിനേറ്റർ ശരിക്കുള്ള വാല്യൂവിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ വലിയ ഫിഗർ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഇതിനെ അത് കൂടാതെ തന്നെ കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ബഡ്ജറ്റ് അലോക്കേഷൻ പോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം കുട്ടികളുടെ എണ്ണം ഈ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഡേറ്റ ഒരു തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഇത് കൃത്യമായി ഈ എണ്ണം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ സഹകരണം ഇല്ലാതെ നമുക്ക് ഈ ഒരു എണ്ണത്തിലേക്ക് ഒരു കാരണവശാലും എത്താൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു വാല്യൂ എൻട്രി ചെയ്യുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുക.